നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ഹദീസുകളിൽ സഹീഹായ ഹദീസുകൾ തന്നെയാണ്. കസ്റു അളുമുൽ മയ്യത്തി കസ്രിഹി ഹയ്യൻ, ഒരു മയ്യത്തിൻ്റെ എല്ല് പൊട്ടിക്കുക, മയ്യത്തിന് ക്ഷതമേൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ എല്ലിന് പൊട്ട് ഉണ്ടാക്കുക, മുറിവേൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ല് പൊട്ടിക്കുന്നത് പോലെ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്നത് പോലെ എന്നൊക്കെ പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ വേദന ഉണ്ടാകുമല്ലോ, അതേപോലെ വേദനയുണ്ടാകും എന്ന അർത്ഥമാണോ ഉള്ളത്? ആ ഹദീസിൻ്റെ തന്നെ മറ്റു ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ളത് ഫിൽ ഇസ്മി, പാപത്തിൽ രണ്ടും തുല്യമാണ് എന്നാണ്. ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിപ്പോർട്ടുകളിലാണ് അത് കാണുന്നത്. അപ്പോൾ പാപം എന്ന കാര്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതും മരിച്ചു കഴിഞ്ഞിട്ട് ഒരാളുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അകാരണമായി ഒരു മയ്യത്തിൻ്റെ ശരീരത്തിൽ ഒരു മുറിവേൽപ്പിക്കാൻ പാടില്ല. അത് കുളിപ്പിക്കുന്ന ആളുകളും അതേപോലെ തന്നെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നവരും മയ്യത്ത് കൈകാര്യം ചെയ്യുന്ന, എടുത്തു വെക്കുന്ന, അതേപോലെ തന്നെ ഉയർത്തി കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ നല്ല രൂപത്തിലായിരിക്കണം, വളരെ കെയറോട് കൂടിയായിരിക്കണം മയ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുകയും കുളിപ്പിക്കുകയും ചെരിച്ചു കിടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെ അനാവശ്യമായി ഒരു മുസ്ലിമിൻ്റെ ശരീരം എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയും ചെയ്യരുത്. ഉറപ്പുള്ള എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം, ഇപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ കൊലപാതകമാണെങ്കിൽ ഒരിക്കലും ആ കൊലപാതകം നടത്തിയ വ്യക്തി രക്ഷപ്പെടാൻ പാടില്ല. കാരണം ഒന്നിൽ രക്ഷപ്പെട്ടാൽ വീണ്ടും അതുപോലുള്ളത് നടത്താൻ അദ്ദേഹത്തിന് പ്രേരകമാകും. അതുകൊണ്ട് അത് തെളിയിക്കപ്പെടൽ നിർബന്ധമാണ്. രണ്ടാമത്തൊന്ന്, അദ്ദേഹം ആകസ്മികമായ ഒരു മരണം, എന്തോ ഒരു പ്രത്യേക രോഗം ബാധിച്ചുകൊണ്ട്, ജനങ്ങൾക്ക് പിടികിട്ടാത്ത ഒരു രോഗം ബാധിച്ചുകൊണ്ടായിരിക്കും മരിച്ചിട്ടുണ്ടാകുക. ആ രോഗം എന്താണ് എന്ന് തിരിച്ചറിയുകയും അത് മറ്റുള്ളവർക്ക് പിടിപെടാതിരിക്കുകയും അങ്ങനെ വല്ല രോഗവും വരികയാണെങ്കിൽ അതിൻ്റെ മരുന്നെന്ത്, അതിനുള്ള പ്രതിവിധി എന്ത് എന്ന് കണ്ടെത്തുകയും ചെയ്യണം. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യൽ അനുവദനീയമാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്, ഫത്വകൾ നൽകിയിട്ടുണ്ട്. ഇതൊരു ആധുനിക വിഷയമാണല്ലോ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാരാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ച് അതിൻ്റെ നന്മകളും അതിൻ്റെ ദോഷങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പഠിച്ച് അതിന് വിധി പറയേണ്ടത് അവരാണ്. അങ്ങനെ ലോകത്തുള്ള പ്രധാനപ്പെട്ട കർമ്മശാസ്ത്ര മജ്ലിസുകൾ, അത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്നതാകട്ടെ, സൗദി അടക്കമുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന ഫത്വ ബോർഡുകൾ, ആ ഫത്വ ബോർഡുകളൊക്കെ ഇത് അനുവദനീയമാണ് എന്ന് ഫത്വ നൽകിയിട്ടുണ്ട്. കാരണം അതിൻ്റെ നന്മകൾ വെച്ചുകൊണ്ട്. അതോടൊപ്പം അനാവശ്യമായി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേദനിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, വേദനിക്കുമെന്നും വേദനിക്കില്ല എന്നും പ്രമാണത്തിൽ വന്നിട്ടില്ല. വേദനിക്കുമെന്നും വന്നിട്ടില്ല, വേദനിക്കില്ല എന്നും വന്നിട്ടില്ല. എന്നാൽ അത് വലിയ കുറ്റമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മയ്യത്തിൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കുക, അതിൻ്റെ എല്ല് പൊട്ടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത് പാപത്തിൽ വളരെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇതുപോലെ തന്നെയാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് വേദനിക്കും എന്നർത്ഥത്തിലല്ല, ആ മയ്യത്തിനോടുള്ള ഹുർമത്ത്, ആ പവിത്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ആ പറഞ്ഞിട്ടുള്ളത്. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു ആലം.